ഉണ്ടായിരുന്നെങ്കിൽ സഞ്ജു ഹിറ്റ് ചെയ്തില്ല എന്നാണോ പറയുന്നത്? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. സഞ്ജു ഗില്ലിനെക്കാളും എന്തുകൊണ്ട് യോഗ്യനാണ്? ഗില്ല് കുറച്ച് ടൈം കൊടുക്കാൻ 25 വയസ്സുള്ള ആൾക്ക്. സഞ്ജുവിനുള്ള കുഴപ്പം എല്ലാ പന്തും 6 അടിക്കണമെന്നുള്ള ഒരു തോന്നൽ. സ്പോർട്സ് കൊണ്ട് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഓസ്ട്രേലിയൻ പരമ്പര 2-1 ഇന്ത്യ തൂക്കി. ഇനി 10 മത്സരം ഒരു കഴിഞ്ഞാൽ ലോകകപ്പ് വരാം. നമ്മുടെ മലയാളി താരം സഞ്ജു ടീമിലുണ്ടാവുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല സഞ്ജു ടീമിലുണ്ടാവും. ചേട്ടൻ തോന്നുന്നു? മലയാളികളുടെ പ്രതീക്ഷ ഏതാണ്? ഫാൻ ബേസിലെല്ലാം സഞ്ജു ടീമിൽ വേണമെന്നാണല്ലോ എല്ലാ മലയാളി ആഗ്രഹിക്കുന്നത്. ഈ സെലക്ടർമാരോടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. സെലക്ടർമാരിതൊന്നും അറിയണമെന്നില്ല. ഫേസ്ബുക്ക് ഒന്നും നോക്കിയിട്ട് അവർ അതുമല്ല ഫാൻസിൻ്റെ ആരാധകരുടെ വികാരമൊന്നും അവർ നോക്കത്തില്ല. അവർ സ്റ്റാറ്റിക്സുകളല്ലേ നോക്കും, കണക്കുകൾ. ഈ ഓസ്ട്രേലിയൻ പര്യടനം എന്ന് വെച്ചാൽ അതിന് 2020 പരമ്പര നമ്മൾ കണ്ടാണല്ലോ. സഞ്ജുവിന് വളരെ ഒരൊറ്റ മാച്ചിലാണ് പുള്ളിക്ക് അവസരം കിട്ടിയത്. മെൽബണിൽ ഇത്തിരി ബൗൺസുള്ള വിക്കറ്റ് ആയിരുന്നു. അവനെ ഫസ്റ്റ് ഡൗൺ ഇറക്കുകയും ചെയ്തു. എന്നിട്ട് ബാറ്റിംഗ് ഓർഡറിൽ അവനിങ്ങനെ തുടർച്ചയായിട്ട് മാറ്റിക്കൊണ്ട് ഏഷ്യ കപ്പിൽ പല പൊസിഷനിലാണല്ലോ കളിച്ചത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവന് ഫസ്റ്റ് ഡൗൺ ഇറക്കുന്നു. അവനതിൽ പിന്നെ കളിക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ വേറൊരു കാര്യം, അറ്റ്ലീസ്റ്റ് 3ാമത്തെ തവണയാണ് സഞ്ജുവിന്. അപ്പോൾ അസരംഗേരോട് പുള്ളിക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു. അത് ഈ ഏഷ്യ കപ്പിൽ അത് ചെറുതായിട്ട് മാറ്റി വന്നു, 2 6 കഴിച്ചു. പക്ഷെ സഞ്ജുവിന് ഉള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് അത്തരത്തിൽ ഒരേ ബോളറുടെ പന്തിൽ ഹസരംഗയ്ക്ക് കുറച്ച് കാലം സഞ്ജുവിൻ്റെ മേലൊരു മാനസിക ആധിപത്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലീസിനൊരു സൈക്കോളജിക്കലുള്ള അഡ്വാൻറ്റേജ് സഞ്ജുവിന് മേലുണ്ട്. ആ പരമ്പര എന്ന് വെച്ചാൽ ഈ ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പരയിൽ സഞ്ജുവിന് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. അവൻ ആ മാച്ച് അതിനുശേഷം അവനെ ഒഴിവാക്കി. അതിനുശേഷം ആ ഒരു മാച്ചിൽ അവനെ കളിപ്പിച്ചില്ലല്ലോ. അപ്പം ഈ പരമ്പര, ഈ ഓസ്ട്രേലിയയിലുള്ള പരമ്പര വെച്ച് വിലയിരുത്തി കഴിഞ്ഞാൽ സഞ്ജു പിന്നോട്ട് വയ്ക്കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ സാധ്യത. അതിന് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഒരു ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പൊസിഷനിൽ കളിക്കാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റൂല. വാശി പിടിക്കാൻ പറ്റൂലല്ലോ. കളിക്കണ അവസരം മാക്സിമം മുതലാക്കുക, അതാ പറ്റുള്ളൂ. അപ്പൊ അതിൽ കളിക്കാൻ പറ്റില്ലെങ്കിൽ വേറെ പ്ലേയേഴ്സ് വെയിറ്റിംഗ് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് ഒരേ കളിക്കാരന് ഏഷ്യ കപ്പിൽ തന്നെ പല പൊസിഷനിൽ പരീക്ഷിക്കുന്നു. അയാൾ ഓപ്പണിങ്ങിൽ ഏറ്റവും ശോഭിച്ചിട്ടുള്ള ആളാണ്. ഓപ്പണിംഗിൽ ശോഭിച്ചു എന്ന് പറയുമ്പോഴും 3 സെഞ്ചുറി കഴിഞ്ഞിട്ട് പിന്നെ 5 ഇന്നിങ്സിൽ ഇംഗ്ലണ്ടായിട്ട് എടുത്ത് 51 റൺസാണ്. തീർച്ചയായും ഞാൻ പക്ഷെ ഒരു കാര്യം, ഓപ്പണിംഗ് ഇറങ്ങിയ 17 മാച്ചിലാണ് സഞ്ജു ഇന്ത്യക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിൽ അവനൊരു 32 അവനൊരു ശരാശരി ഉണ്ട്. അവൻ്റെ സ്ട്രൈക്ക് റേറ്റ് 180 ആണ്. 180 സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അഭിഷേക് ശർമ്മ കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ അത്രയും സ്ട്രൈക്ക് റേറ്റ് വേറെ ആർക്കുമില്ല. ശരാശരിയിൽ സഞ്ജുവിനേക്കാളും മേലെ വരുന്ന ആൾ ഋതുരാജ് ഗെയ്ക്വാദിന് ശരാശരിയുണ്ട് സഞ്ജുവിനേക്കാൾ. പക്ഷേ സ്ട്രൈക്ക് റേറ്റിൽ ഗെയ്ക്വാദ് സഞ്ജുവിന് താഴെയാണ്. അതുപോലെ തന്നെ ജയ്സ്വാളിനും പിന്നെ ഈ ഓപ്പണർ നിലയിൽ അവനൊരു 22 മാച്ചിൽ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കും. ഒരു 10-20 മേലെ മാച്ച് ഓപ്പൺ ചെയ്തിരിക്കും. പക്ഷേ അവൻ്റെ ശരാശരി സഞ്ജുവിന് മേലാണ്. പക്ഷേ സ്ട്രൈക്ക് റേറ്റ് താഴേക്ക് വരണം. നിലയുറപ്പിച്ച ശേഷം ഹിറ്റ് ചെയ്യുക എന്നുള്ളൊരു സ്റ്റൈലില്ല. എത്രയും വേഗം അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മൾ ഈ കോഹ്ലി വന്ന സമയത്ത് കോഹ്ലി അത്ര ബോൾ അത്ര സ്ട്രൈക്ക് ചെയ്യണ പ്ലെയർ ആയിരുന്നില്ല ഡെബ്യൂട്ട് ചെയ്ത സമയത്ത്. അതിന് പിന്നെ കളി ഡെവലപ്പായി കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റും കൂടി. 2020 ഏറ്റവും മികച്ച ബാറ്ററായി മാറി. അതുപോലെ ആ ഒരു പൊസിഷനിലാണ് ഇപ്പൊ ഗില്ല്. ഇപ്പൊ ഗില്ലും ഈ വർഷങ്ങളെടുത്ത് ടൈം എടുത്ത് അതുപോലെ നിലയുറപ്പിച്ച് ഹിറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ ആലോചിച്ച് നോക്ക്, ഗില്ലിന് വർഷങ്ങളെടുത്ത് ടൈം എടുക്കുന്നു. നമുക്ക് എത്ര കളിക്കാര്, സൂര്യവംശിയുണ്ട്, ആയുഷ് മാത്രയുണ്ട്, ആംഗ്രിഷ് രഘുവംശിയുണ്ട്, നികേത് ശർമ്മ, ഇത്രയും ടാലന്റുകൾ. ഈവൻ ജയ്സ്വാൾ വരെ ഈ ഓപ്പണിംഗ് സ്ലോട്ടിൽ ശരി പോട്ടെ, ഗില്ലിന് പകരം ജയ്സ്വാൾ അതിനേക്കാളും. പക്ഷെ ഈ ജയ്സ്വാളിനെ എടുക്കാത്തത് അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന് വേണ്ടിയായിരിക്കും. പക്ഷെ അതിനേക്കാളും യോഗ്യനാണ്, ഗില്ലിനേക്കാളും യോഗ്യനാണ് 2020 ഋതുരാജ്. പക്ഷെ അത് നമ്മുടെ വിഷയം അതല്ല, നമ്മൾ സഞ്ജു അല്ലേ. അപ്പൊ സഞ്ജുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ സഞ്ജു ഓസ്ട്രേലിയ പര്യടനത്തോടു കൂടി അവൻ അല്പം ഒന്ന് പുറകോട്ട് പോയി. ഏഷ്യ കപ്പ് വന്നപ്പം കുറച്ച് അല്പം കൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച് സാധ്യത അല്പം കൂടി തുടങ്ങി. പക്ഷേ ഓസ്ട്രേലിയ കഴിഞ്ഞപ്പോൾ അല്പം കൂടി പുറകോട്ട്. പക്ഷേ ഇനിയുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമെന്ന് വെച്ചാൽ ഈ സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള 2020 ഒരു തുടങ്ങുന്ന 2020 അത് ആ 2 പരമ്പരയിലായിരിക്കും ഇന്ത്യൻ ടീമിനെ നിശ്ചയിക്കുന്നത് 2020 ലോകകപ്പിൽ. അതുവരെ നമുക്ക് ആര് വരും. ഈ 2 പരമ്പരയിൽ ഫസ്റ്റ് പരമ്പരയിൽ ഗില്ലിനെ മാറ്റി വിശ്രമിപ്പിച്ചിട്ട് സഞ്ജുവിന് അവസരം കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് സഞ്ജുവിന് ക്രൂഷ്യലായിട്ടുള്ള മാച്ചുകൾ. ആ പരമ്പരയിൽ ഈ 2 പരമ്പരയായിരിക്കും. ഇനി അതിന് മുമ്പ് നമുക്ക് വേറൊരു പരമ്പരയില്ല. ഈ സൗത്ത് ആഫ്രിക്കയായിട്ടും ന്യൂസിലാൻഡുമായിട്ടുള്ള 2 പരമ്പര ഫെബ്രുവരിക്ക് മുമ്പ് ജനുവരി
ഈ ഡിസംബർ ജനുവരി ആയിട്ട് വരുന്ന ഈ 2 സീരീസിൽ ആയിരിക്കും ഈ ടീമിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെ ഏകദേശമൊക്കെ അവർ നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതിൽ ഈ സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള പരമ്പരയിൽ സഞ്ജുവിന് അവസരം കൊടുക്കുമെന്നുള്ളതാണ്. അതിനനുസരിച്ചിരിക്കും പിന്നെ കാര്യം. ഇതിന് മുമ്പേ ഉള്ള ഈ ഏഷ്യ കപ്പിലൊക്കെ മോശമില്ലാത്ത പ്രകടനം എന്ന് വെച്ചാൽ അത്രയും ഗംഭീര പ്രകടനം അല്ലെങ്കിലും മോശമില്ലാത്തൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷെ അത് ഒമാനായിട്ട് മാത്രം സഞ്ജു ഒരു അർദ്ധ സെഞ്ചുറി അടിച്ചോളൂ. ശരിയാ, ഒമാനുമായിട്ടുള്ള അർദ്ധ സെഞ്ചുറി. വേറെ ഉള്ള ടീമായിട്ടല്ല സഞ്ജു സ്ട്രഗിൾ ചെയ്തിരുന്നു. ശ്രീലങ്കയായിട്ട് ആദ്യത്തെ 2 മാച്ചിൽ യുഎഇക്കെതിരെയും പാകിസ്ഥാനെതിരെയും ആദ്യത്തെ മാച്ചിൽ അവൻ കളിച്ചിരുന്നില്ല. പിന്നെ ബംഗ്ലാദേശുമായിട്ടുള്ള മാച്ച് മഴ കൊണ്ടുപോയി. പിന്നെ പാകിസ്ഥാനുമായിട്ട് സൂപ്പർ 4 വന്ന് കളിച്ചില്ല. സൂപ്പർ 4 പരാജയപ്പെട്ടു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ പാകിസ്ഥാനായിട്ടുള്ള ഫൈനലിൽ ശരി ഇന്ത്യയുടെ 3 വിക്കറ്റ് പോയി. ആ ഒരു സ്റ്റാൻഡിങ് പാർട്ണർഷിപ്പ് ആ ഒരു പിന്നെ പാകിസ്ഥാനെ പരാജയപ്പെടുന്നതിൽ പെട്ടെന്നൊരു തകർച്ച ഒഴിവാക്കുന്നതിൽ അവിടെ ഒരു ചെറിയൊരു ഇന്നിങ്സ് അവൻ. പക്ഷെ അത് ഷോർട്ട് സെലക്ഷൻ മൊത്തം പാളി പോയൊരു അവസ്ഥയായിരുന്നു സഞ്ജു. കാരണം അബ്രാർ അഹമ്മദിന്റെ ബോളിൽ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തായിരുന്നു. ആ ക്യാച്ച് പിടിച്ചിരുന്നെങ്കിൽ അവിടെ കളി തീർന്നേനെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 10 റൺ കൂടി മാത്രമേ സഞ്ജുവിന് അടിക്കാൻ പറ്റുള്ളൂ. 24 റണ്ണിന് സഞ്ജു ഔട്ടായി. അപ്പൊ ഒരു വിക്കറ്റ് വെറുതെ കളഞ്ഞൊരു ഔട്ടായ ഒരു മോശം ഷോട്ട്. മാച്ച് എന്ന് പറയുന്നത് അങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു അവസ്ഥയാണ് അതിൽ കാണാൻ പറ്റിയത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പ്രഷർ സിറ്റുവേഷൻ ഒമാനെതിരെയും ഇന്ത്യ നല്ല നിലയിലായിരുന്നു. 5 വിക്കറ്റ് എന്തോ പോയി. ആ മാച്ച് അവൻ ആങ്കർ ചെയ്തു, ഗൈഡ് ചെയ്തു. അങ്ങനെ പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കളിക്കാരനാണെന്ന് തോന്നുന്നില്ല. പിന്നെ സഞ്ജുവിനുള്ള കുഴപ്പം എല്ലാ പന്തും 6 അടിക്കണമെന്നുള്ള ഒരു തോന്നൽ. അങ്ങനെ ഒരു അത് ഷോട്ടുകൾ ഷോർട്ട് സെലക്ഷന്റെ കാര്യത്തിൽ പുള്ളിക്ക് പാളിപ്പോകുന്നുണ്ട്. കാര്യം വെച്ചാൽ അത് സഞ്ജു പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് അങ്ങനെ വരിക അത് അടിക്കടി ആ ഒരു സ്റ്റൈൽ നല്ലതല്ല. സ്വന്തം കരിയർ അല്പം ടീമിന്റെ കുറച്ചുകൂടി സ്വന്തം കരിയർ എന്ന് വെച്ചാൽ തീരെ സെൽഫിഷ് ആവണമെന്നല്ല. എന്നാൽ രണ്ടിനെയും ബാലൻസ് ചെയ്ത് ടീമിനും ഗുണമുണ്ടാവണം, എന്നാൽ തൻ്റെ കരിയറിനും ദോഷം വരാത്ത രീതിയിൽ ഇത് കൊണ്ടുപോകാൻ പറ്റും. അഫ്രീഡി വലിയ ഹിറ്ററാണ്, അറിയാമോ? പക്ഷെ പാകിസ്ഥാന്റെ പല മാച്ചുകളിലും സാഹചര്യങ്ങൾക്ക് ഇണങ്ങാത്ത രീതിയിൽ കോമൺ സെൻസ് ഇല്ലാതെ ബാറ്റ് ചെയ്യുന്ന ഒരു കക്ഷിയായിരുന്നു അഫ്രീഡി. പക്ഷെ സഞ്ജു അതുപോലെ കോമൺ സെൻസ് ഇല്ലാതെ ആവരുത്. അങ്ങനെയുള്ള ആ ഒരു കാര്യം ചെയ്യും. എല്ലാം 6 അടിക്കണം, എല്ലാ പന്തും നമുക്ക് 6 അടിക്കണം, ആ തരത്തിലുള്ള സ്റ്റൈല് നല്ലതല്ല. സ്റ്റൈല് നോക്കി സ്റ്റാറ്റിക്സ് നോക്കി കഴിഞ്ഞാലും ഈ 140 മുകളിൽ എറിയുന്ന ബോളേഴ്സ് വരുമ്പോൾ സഞ്ജു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഇതായിട്ട് കാണുന്നത്. ജോഫ്ര ആർച്ചറായാലും മാർക്കുഡ് ആയാലും ആ പരമ്പരയില് നല്ല പേസ് എറിയുന്ന ബോളേഴ്സ് വരുമ്പോൾ സഞ്ജു ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയില്, ഇന്ത്യയിൽ വെച്ചുള്ള പരമ്പരയില് പേസിനെതിരെ സഞ്ജു അത്ര സ്ട്രഗിൾ ചെയ്തിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഈ പിന്നെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ പുള്ള് കളിക്കാനോ ഹുക്ക് കളിക്കാനോ ഒക്കെ പ്രയാസം ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ പരിഹരിക്കണം. ശ്രേയസ് അയ്യർ ഷോർട്ട് പിച്ചിനോട് സ്ട്രഗിൾ ചെയ്ത സമയമുണ്ട്. പക്ഷെ ശ്രേയസ് അതൊക്കെ പരിഹരിക്കാവുന്ന സാങ്കേതിക പ്രശ്നങ്ങളാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഈ ഇതുവരെയുള്ള ഒരു പ്രകടനങ്ങൾ ഈ വർഷത്തെ ഒരു 2025 ഒരു പെർഫോമൻസ് 24 നന്നായിട്ട് കളിച്ചു, 3 സെഞ്ചുറിയൊക്കെ അടിച്ചു തിളങ്ങി. അതിന് 2025 ഒരു 10-12 അവസരം സെലക്ഷന്മാർ കൊടുത്തു. പക്ഷെ അതിൽ അത്രയും നല്ല പെർഫോമൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനി വേണ 2 പരമ്പരകളായിരിക്കും അതിൻ്റെ സഞ്ജുവിൻ്റെ. ഇനി അടുത്ത വേണം സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള പരമ്പര തന്നെയായിരിക്കും സഞ്ജുവിൻ്റെ വിധി നിർണ്ണയിക്കുക. അപ്പം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ആ പരമ്പരയിൽ ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട് പ്രകാരം ഈ സൗത്ത് ആഫ്രിക്കയിൽ പിന്നെയും ഇതുണ്ടല്ലോ, നമ്മുടെ ടെസ്റ്റ് ഉണ്ട്, ഓടിയുണ്ട്. അപ്പം ഇതിനൊക്കെ ഗില്ലാണല്ലോ ക്യാപ്റ്റൻ. അപ്പോൾ ഗില്ലിന് വിശ്രമം കൊടുക്കായിരിക്കും. ഗില്ലിന് വിശ്രമം കൊടുത്തിട്ട് സഞ്ജുവിനെ പരീക്ഷിക്കാം. അല്ലെങ്കിൽ ഈ സഞ്ജുവിനെ ഇതിൽ കരക്കിത്തിയിട്ട് വേറെ ആർക്കും ഇതിൽ അവസരം ഗില്ലിനെ തന്നെ ഇറക്കിയാൽ ഗില്ലി പരാജയപ്പെട്ട് ന്യൂസിലാൻഡുമായിട്ടുള്ള പരമ്പരയിൽ തിരിച്ചു വരാൻ അവസരമുണ്ട്. ചിലപ്പോൾ ഇതിൽ പരാജയപ്പെട്ടവര് 10 മാച്ചാണ് നമുക്ക് ഈ സംഭവം നിർണ്ണയിക്കുന്നത്. അപ്പം ഇതുവരെയുള്ള കണക്കുകളൊക്കെ അവർ പരിഗണിക്കും. പക്ഷേ 2025 കണക്കുകൾ അവർ പരിഗണിക്കും. പക്ഷേ 2020 കാര്യം എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ വേഗത്തിൽ സ്കോർ ചെയ്യാനുള്ള കഴിവുള്ള താരങ്ങൾ അവർക്ക്. സഞ്ജു ഒരു അഗ്രസീവ് ഇന്റന്റ് ഉള്ള പ്ലെയർ ആണെങ്കിലും അഗ്രസീവ് ഇന്റന്റ് മാത്രമല്ല, സഞ്ജുവിന് ഗ്യാപ്പുകൾ കണ്ടെത്തി ക്ലാസിക് ഷോട്ടുകൾ കളിക്കാനും പറ്റും. പക്ഷെ നിലയുറപ്പിച്ച് കളിക്കണം. ഒണ്ടേക്ക് തന്നെ ഇണങ്ങുന്ന ഒരു ബാറ്ററാണ് സഞ്ജു, അതിന് സംശയമില്ല. ഒണ്ടേക്ക് കൂടി ഇണങ്ങുന്ന വെച്ചാൽ ഇന്നിങ്സ് ബിൽഡ് ചെയ്യാനും സഞ്ജുവിന് പറ്റും. പിന്നെ സ്ലോ വിക്കറ്റുകളിൽ ബാക്ക് ഫുട്ടിൽ കളിക്കാനും, അങ്ങനെ അല്ല ഇന്നിങ്സിൻ്റെ വേഗം കുറയ്ക്കാനും അവൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടാനും, അങ്ങനെ ഇന്നിങ്സ് ദീർഘമായ ഇന്നിങ്സുകൾ ബിൽഡ് ചെയ്യാനും
സഞ്ജുവിന് സാധിക്കും. പക്ഷെ അതൊന്നും ഇവിടെ നമ്മുടെ ഈ താരസമ്പത്തിൻ്റെ ഇടയിൽ അതൊന്നും പ്ലേയേഴ്സ് ഒരുപാട് വെയിറ്റിംഗ്. അപ്പം അത് കിട്ടുന്ന അവസരങ്ങളൊക്കെ നല്ല മാത്രമേ ഉള്ളൂ. ഒരുപാട് നമ്മളെ ടാലന്റ് പൂൾ വളരെ വലുതാണ്. അപ്പം അതിനെ നമ്മൾ കൃത്യമായിട്ട് മുതലാക്കണം. അപ്പം ഉണ്ടെങ്കിൽ അവസരങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ കളിക്കാരും അല്പം കൂടി പിന്നെ പക്വതയുള്ള ബാറ്റിങ്ങും ഒക്കെ വേണമല്ലോ. അപ്പം കൂടുതൽ പേര് അതിനിപ്പോൾ ഇപ്പോഴും നമ്മുടെ രോഹിതും കോഹ്ലിയും ഉണ്ട് ഇപ്പോഴും. അപ്പോൾ അവരൊക്കെ അങ്ങനെ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. അപ്പം ഒരു പരിധി ഏകദിന ടീമിലേക്ക് കയറി പറ്റാൻ ചെറിയ പ്രായോഗിക ബുദ്ധിമുട്ടുകളും പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ 2020 സഞ്ജുവിന് അതിൻ്റെതായ സ്ഥാനം കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാര്യം എന്ന് വെച്ചാൽ ഇനി ഒരു അവസരമെങ്കിലും കൊടുക്കേണ്ടി വരും വെച്ചാൽ ലോകകപ്പ് ടീമിലേക്ക് ഒരു വിക്കറ്റ് കീപ്പിങ്ങിലും വലിയ പിഴവുകളൊന്നും സഞ്ജു വരുത്തുന്നില്ല. വിക്കറ്റ് കീപ്പിങ്ങിലൊന്നും സഞ്ജുവിന് പ്രശ്നമൊന്നുമില്ല. അപ്പം ഒരു അത്യാവശ്യം നല്ലൊരു വിക്കറ്റ് കീപ്പറും ഏത് പൊസിഷനിലും കളിക്കാമെന്ന് സഞ്ജു പറഞ്ഞ സ്ഥിതിക്ക് സഞ്ജുവിനെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു കളിക്കാരനാണ്. ഗില്ലാണോ നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോകുന്നത്, സഞ്ജു ആണോ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്? ഗില്ലിനെ കൂടി ടീമിൽ വന്നു കഴിഞ്ഞാൽ സഞ്ജുവിന് ഓപ്പണിംഗ് സ്ഥാനം കിട്ടില്ല. പക്ഷെ യഥാർത്ഥം പറഞ്ഞാൽ ഗില്ലിനേക്കാളും ഓംറർ എന്ന നിലയിൽ യോഗ്യത തെളിയിച്ച ആളാണ് സഞ്ജു. യോഗ്യത തെളിയിച്ചുവെങ്കിലും സഞ്ജുവിനേക്കാളും ടെക്നിക്കലി ബെറ്റർ ആണ് ഗിൽ എന്നാണ്. ടെക്നിക്കലി ബെറ്റർ ആണെങ്കിൽ പിന്നെ താഴേക്ക് ഇറങ്ങി കളിക്കാമല്ലോ, ഫസ്റ്റ് ഡൗണോ സെക്കൻഡ് ഡൗണോ കളിക്കാം. ഞാൻ 2020 എന്ന് പറയുമ്പോൾ ആദ്യത്തെ പവർ പ്ലേയിൽ സിക്സുകൾ ഹിറ്റ് ചെയ്യുക, ഒരുപാട് റൺസ് അടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു 139 140 സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഗില്ലിനെ പോലെ ഒരാളല്ല 2020 ഓപ്പൺ ചെയ്യേണ്ടത് സഞ്ജുവിനെ പോലെയുള്ള ഒരു ഹിറ്ററാണ്. ഇന്ത്യൻ മാനേജ്മെന്റ് ഇപ്പൊ നോക്കണത് കുറച്ചും കൂടി സ്റ്റാൻഡ് ചെയ്ത് നിന്ന് കളിക്കാൻ സമയമില്ല. ഒരാളടിക്കും വിക്കറ്റ് പോവാണ്ട് നിന്ന് കളിക്കാൻ പറ്റിയൊരു പ്ലെയറിനെ ടെസ്റ്റല്ലോ കളിക്കുന്നത്. 20 ഓവറേ ഉള്ളൂ, 10 ബാറ്റർമാരുണ്ട്. ഒരാൾക്ക് 2 ആണ് ശരാശരി. ഒരു കളിക്കാരന് 2 ഓവറാണ് ശരാശരി. അപ്പോൾ എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്ന ആള് അടിക്കുന്ന പവർ പ്ലേ അത്രയും കളിച്ചാൽ മതി. പവർ പ്ലേയിൽ നമ്മളെ സ്കോർ ഒരു 80 90 100 എത്തിക്കാൻ ഭാഗത്തിന് കെൽപ്പുള്ള ഓപ്പണർമാരാണ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് തന്നെ സൂര്യകുമാർ യാദവ് കഴിഞ്ഞ ഒരു 10-15 ഇന്നിങ്സ് ആയിട്ട് മര്യാദയ്ക്ക് കളിച്ചിട്ടില്ല, ഫോം ഔട്ടാ. അപ്പൊ ഈ 3 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ 3 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആ ലൈനപ്പ് അങ്ങോട്ട് പോകും, ബാറ്റിംഗ് ഓർഡറിന്റെ ഇതങ്ങോട്ട് തെറ്റും. അപ്പൊ ആ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള വിക്കറ്റ് ഇങ്ങനെ പടപടാന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇന്ത്യ സ്ട്രഗിൾ ചെയ്യും. അപ്പൊ 20 ഓവർ നിന്ന് കളിക്കാൻ പറ്റിയ ഒരു പ്ലെയറിനാണ് അങ്ങനെ ഒരു പ്ലെയറിനെയാണ് ഇന്ത്യ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ഗില്ലിനെ മാറ്റാത്തത്. 20 ഓവർ നിന്നാൽ ആ കളിക്കാരൻ എത്ര ബോൾ ഫേസ് ചെയ്യും? ഗില്ല് നിന്ന് കഴിഞ്ഞാൽ 60 ബോൾ ഫേസ് ചെയ്യും. 60 ബോൾ ഫേസ് ചെയ്താൽ ഒരു 130 റൺ ഗില്ല് അടിക്കും. ഗില്ല് ഒരു 100 റൺ അടിച്ചാൽ മതിയല്ലോ. 60 ബോൾ ഫേസ് ചെയ്താൽ 100 റൺ കൺസിസ്റ്റൻസി മതിയല്ലോ. സഞ്ജു ഗില്ലിനെക്കാളും എന്തുകൊണ്ട് യോഗ്യനാണ്? ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റ് ആയാലും ആവറേജ് ആയാലും എങ്ങനെയായാലും സിക്സുകളുടെ എണ്ണം എടുക്കാം. സഞ്ജുവിന് 50 സിക്സ് ആണ്. 2020 സിക്സുകൾ അടിക്കണം. ബൗണ്ടറി അല്ല മെയിൻ, ബൗണ്ടറിയെക്കാളും സിക്സുകൾ അടിക്കണം. എനിക്ക് യോജിപ്പില്ല. ഞാൻ പറയുന്നത് 2020 ഒരു ഹിറ്റർ ഒരു സെഞ്ചുറി അടിക്കുമ്പോൾ ഒരു 8 സിക്സ് അടിക്കും. അപ്പൊ ഇത് 6 ഹിറ്റ് ചെയ്യണം, ബൗണ്ടറി അല്ല. പവർ പ്ലേയില് അടിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു വശം അടി വരും. ഗില്ല് പവർ പ്ലേയിൽ കുറെ ബൗണ്ടറി കണ്ടെത്തിയിട്ട് പവർ പ്ലേ കഴിയുമ്പോൾ ഔട്ടായി പോയി. എന്താ കാര്യം? ഗില്ല് കുറച്ച് ടൈം കൊടുക്കാം. 25 വയസ്സുള്ള ആൾക്ക് ഈ 3 ഇന്നിങ്സ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള 2 ഇന്നിങ്സ് ബംഗ്ലാദേശ് ഇതുപോലെ മൂന്നും നല്ല വെടിക്കെട്ട് സെഞ്ചുറി ആയിരുന്നല്ലോ. 3 വെടിക്കെട്ട് സെഞ്ചുറി ആയിരുന്നു. പക്ഷെ അത് അത്തരത്തിലൊരു ഇന്നിങ്സ് ഗില്ലിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ആരൊക്കെ ആയിട്ടായിരുന്നു പറയാവോ? ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത് ടാസ്കിൻ അഹമ്മദ്, മുസ്തഫിസുർ മോശം ബോളറാണ്. മോശം ബോളറല്ല, പക്ഷെ ടാസ്കിൻ അഹമ്മദ് സ്ഥിരം ചെണ്ടയാണ്. അത്രയും മോശം ബോളർമാരാണ്. സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് ആകെ മാർക്കോ യാൻസൺ മാത്രമാണ് അത്യാവശ്യം നല്ലൊരു ബോളർ ഉണ്ടായിരുന്നത്. കേശവ് മഹാരാജ് ഉണ്ടായിരുന്നു. പക്ഷെ മാർക്കോ യാൻസൺ മാത്രമാണ് ഒരു ഫാസ്റ്റ് ബോളർ എന്നുള്ള പറയാൻ പറ്റിയൊരു ബോളർ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഇന്റർനാഷണൽ നോയൽ റബാഡ ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ സൗത്ത് ആഫ്രിക്ക കളിച്ചത്. സഞ്ജു ഹിറ്റ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇത്ര പേസ് ഫാസ്റ്റ് ബോളറിന് സഞ്ജു സ്ട്രഗിൾ ചെയ്തെന്നാണ് കാണാൻ പറ്റിയത്. ഇംഗ്ലണ്ട് ആയിട്ടുള്ള എക്സാമ്പിൾ അതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ. ഇത്തരത്തിലുള്ള ഈ 3 ഇന്നിങ്സ് ഉണ്ട്. അതിന് അതുപോലെ ഒരു ഇന്നിങ്സ് ഗില്ലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ? ഗില്ലിന്റെ കുറച്ച് ടൈം കൊടുക്കും. 2020 ലോകകപ്പിന് അധികം ദിവസം 25 വയസ്സുള്ളൂ. ഗില്ല് കളിച്ചു വരുന്നു. ഗില്ലിന് 2020 കളിക്കാൻ അർഹതയില്ലെന്ന് ഗംഭീറിന് പറയും. പക്ഷെ അങ്ങനെ 3 ഫോർമാറ്റിലും
ഒരു ക്യാപ്റ്റൻ, പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ പോസ്റ്റർ പോയി. 3 ഫോർമാറ്റിൽ ഒരു ക്യാപ്റ്റൻ വേണം. ഈ 3 ഫോർമാറ്റിൽ ഒരു ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയാണ് ഗില്ലിനെ 2020 പരിശീലിപ്പിക്കുന്നത്. ഞാൻ പ്രാക്ടീസ് ഞാൻ പറയും. കാര്യം വെച്ചാൽ ഈ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സൂര്യകുമാർ യാദവിന്റെ ടൈം കഴിയും. പുള്ളിയെ ഈ ചിലപ്പോൾ ഈ 2020 ലോകകപ്പിൽ ഇന്ത്യ കപ്പ് എടുത്താലും ചിലപ്പോൾ സൂര്യ ഒഴിവാകും. അപ്പോൾ അത് കഴിയുമ്പം അടുത്ത ഇന്ത്യ ടെസ്റ്റിലും വൺഡേയിലും പിന്നെ ഗില്ലിനെ ക്യാപ്റ്റനാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത് 2020 ക്യാപ്റ്റനാക്കാനും പിന്നെ വേണ്ടി മാത്രം ഒരാളെ ഇതിൽ പരിശീലിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഗില്ലോ ഓർ സഞ്ജുവിന് വെക്കണതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. സെലക്ടർമാർ നോക്കി കാണുമ്പോൾ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ. സഞ്ജുവിനേക്കാളും കൂടുതൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ നിലയിൽ സഞ്ജു മോശമൊന്നുമല്ലല്ലോ. ക്യാപ്റ്റൻസി മെറ്റീരിയൽ ഇത് ഇപ്പം തന്നെ സഞ്ജുവിന് ചെന്നൈ എന്താ റാഞ്ചാൻ നോക്കുന്നത്? അവർക്ക് ധോണിയുടെ കാലം, ധോണി ഇനിയിപ്പം വിരമിക്കും. അത് കഴിഞ്ഞാൽ അവർക്കൊരു ക്യാപ്റ്റൻസി മെറ്റീരിയലാണ് വേണ്ടത്. അപ്പം ക്യാപ്റ്റൻസി മെറ്റീരിയലിനും സഞ്ജു മോശമില്ല, വിക്കറ്റ് കീപ്പ് ചെയ്യാനും മോശമില്ല. കൺസിസ്റ്റൻസി കാണിക്കണം. സ്ഥിരതയുടെ പ്രശ്നം സഞ്ജുവിന് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ സ്ഥിരത കാണിക്കണം എന്നത് തന്നെ അതിനൊപ്പം അവന് കൃത്യമായ അവസരങ്ങൾ ഒരേ പൊസിഷനിൽ കളിപ്പിക്കാൻ, സ്ഥിരമായിട്ട് ഒരേ പൊസിഷനിൽ കളിപ്പിക്കാനുള്ള ഒരു കോമൺ സെൻസ് കൂടി സെലക്ടർമാരാണ്. ഇങ്ങനെ പൊസിഷൻ മാറ്റി ഓരോ തവണയും പൊസിഷൻ മാറ്റി കളിക്കുമ്പം സ്വാഭാവികമായിട്ട് അവൻ്റെ ഒരു സ്ഥിരതയെ അതിനെ ബാധിക്കും. അത് ശരിയാണ്. അവന് കുറെ നാൾ ഒരു പ്ലെയറിന് ഒരു ബാറ്റിംഗ് ഓർഡറിൽ നിന്ന് മാറ്റി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ കളിക്കാത്ത നമ്പറിൽ അവൻ്റെ കരിയർ സ്റ്റാറ്റിക്സ് പരിശോധിച്ചാൽ മനസ്സിലാവും. അവൻ കളിക്കാത്ത നമ്പറുകൾ അപൂർവമാണ്. 4 കളിച്ചിട്ടുണ്ട്, ഫസ്റ്റ് റൗണ്ട് കളിച്ചിട്ടുണ്ട്, ഓപ്പണർ കളിച്ച് സെക്കൻഡ് റൗണ്ട് കളിച്ചിട്ടുണ്ട്. പല മാച്ചിലും പല പൊസിഷനിലാണ് കളിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടൊരു കളിക്കാരൻ്റെ സ്ഥിരതയെ ബാധിക്കും. പിന്നെ കുറച്ച് ദിവസം ഈ കുറച്ച് നാൾ 2015 അരങ്ങേറിയിട്ട് പിന്നെ 20 അടുത്ത അവസരം കിട്ടിയത്. പിന്നെ 24-ലും 25-ലുമാണ് ഈ തുടർച്ചയായിട്ടുള്ള അവസരങ്ങൾ വന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കഴിഞ്ഞ വർഷവും അതിനു മുമ്പേ അത്രയും തുടർച്ചയായിട്ടുള്ള അവസരങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഗൗതം ഗംഭീർ കോച്ചായതിനു ശേഷമാണ് പുള്ളിക്ക് കൂടുതൽ അവസരം വന്നിട്ടുണ്ട്. ഗൗതം ഗംഭീർ പണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയെ. പക്ഷെ പുള്ളിക്കും എന്ത് പരിമിതികളുണ്ട്. കാര്യം വെച്ചാൽ ഈ താരവൈവിധ്യത്തിനിടയിൽ ഇത്രയും ഒന്ന് പാളിയാൽ ഒഴിവാക്കേണ്ടി വരും. അപ്പം അത് സഞ്ജുവും തിരിച്ചറിഞ്ഞ് കളിക്കും. കാര്യം വെച്ചാൽ ഒരുപാട് പിള്ളേരുണ്ടല്ലോ നമുക്ക് കളിക്കാൻ. അപ്പം കുറച്ച് മാച്ചുകൾ ഇത്രയും ഒരു 50-ലധികം മാച്ച് സഞ്ജുവിന് അവസരം കിട്ടി. അത് തന്നെ വലിയ കാര്യമാണ്. അത്ര പോലും ഇല്ലാതെ പോയ ക്രിക്കറ്റർമാരുണ്ട്. പക്ഷെ ഇനി കിട്ടുന്ന അവസരങ്ങൾ സഞ്ജു മുതലാക്കിയാൽ ഇന്റർനാഷണൽ 2020-ലെങ്കിലും ഏകദിനത്തിലും ടെസ്റ്റിലും 2020-ലെങ്കിലും അത്രയും ഒരു കുറേ കാൾ കൂടി നിൽക്കും. കുറേ മികച്ച റെക്കോർഡുകൾ ഉണ്ടാക്കാം. കുറച്ചുകൂടി അഭിമാനകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കാം. പക്ഷെ നമ്മുടെ ലോകകപ്പ് ടീമിലേക്ക് സഞ്ജുവിൻ്റെ വിധികൾ നിർണ്ണയിക്കുന്ന 2 പരമ്പരകളാണ്. അവസരം കിട്ടട്ടെ എന്ന് നമുക്ക് പറയാം. അത്ര പ്രതീക്ഷിക്കാം. സ്പോർട്സ് കൊണ്ട് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.